അമേരിക്കയും ഇറാനും സമാധാന കരാർ ഒപ്പിട്ട് വെടിനിർത്തൽ നിലവിൽ വന്നതോടെ തൃശങ്കുവിലാകുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവാണ്. പശ്ചിമേഷ്യൻ മേഖലയിൽ യുദ്ധം അവസാനിക്കുമെന്ന് യുഎസ് പ്രസിഡന്റ് സമാധാന കരാറിൽ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ അമേരിക്കയ്ക്കൊപ്പം ഇറാനെ ആക്രമിച്ച ഇസ്രായേൽ യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ സന്നദ്ധമായിട്ടില്ല. യുദ്ധം അവസാനിപ്പിക്കാൻ കിണഞ്ഞു ശ്രമിക്കുന്ന ഡൊണാൾഡ് ട്രംപ് എല്ലാ ആക്രമണങ്ങളും നിർത്താൻ ഇസ്രായേലിനടക്കം നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. പക്ഷേ ആക്രമണം തുടരാൻ തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ തീരുമാനം. ഇസ്രായേലിലെ സർക്കാർ പക്ഷത്തെ തീവ്ര വലതുപക്ഷവും യുദ്ധത്തെ സാധൂകരിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നവരാണ്. ഒരു വശത്ത് അമേരിക്കൻ സമ്മർദ്ദവും മറുവശത്ത് സഖ്യ സർക്കാരും സമ്മർദ്ദത്തിലാക്കുമ്പോൾ അത് കേവലം ഒരു വെല്ലുവിളി എന്നതിനപ്പുറം ഇരട്ടപ്പൂട്ടുള്ള വെല്ലുവിളിയാണ് നെതന്യാഹുവിന്. അമേരിക്കയിൽ നിന്നുള്ള രാജ്യാന്തര സമ്മർദ്ദം അവഗണിക്കാൻ ഇസ്രായേലിന് സാധിക്കില്ല. അതോടൊപ്പം അധികാരം നിലനിർത്തണമെങ്കിൽ സർക്കാർ നയത്തിനൊപ്പം നിൽക്കൽ അനിവാര്യവുമാകും. മാത്രമല്ല, ഈ വർഷം ഒക്ടോബറിന് മുൻപായി ഇസ്രായേലിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ രാജ്യത്തിനകത്ത് ആഭ്യന്തര രാഷ്ട്രീയത്തിലും നെതന്യാഹു കടുത്ത വെല്ലുവിളി നേരിടുന്നുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എങ്കിലും തങ്ങൾ സൈനിക നീക്കങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല എന്നാണ് നെതന്യാഹുവിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇസ്രായേൽ നടത്തുന്ന സൈനിക നടപടികളെ ശക്തമായി ന്യായീകരിക്കുകയാണ് നെതന്യാഹു ചെയ്തത്. ഹിസ്ബുള്ളയെ തകർക്കാൻ ലക്ഷ്യമിട്ട് ലെബനനിൽ ഇസ്രായേൽ സൈന്യം ഇപ്പോഴും ശക്തമായ ആക്രമണം തുടരുകയാണ്. സംഘർഷത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങളോട് സംയമനം പാലിക്കാനും നിയന്ത്രണം പാലിക്കാനും സമാധാന കരാർ ഒപ്പിട്ട ശേഷം ഡൊണാൾഡ് ട്രംപ് ആഹ്വാനം ചെയ്തിരുന്നു. പക്ഷേ ഇതൊന്നും തങ്ങൾക്ക് ബാധകമല്ല എന്ന മട്ടിലാണ് നെതന്യാഹുവിന്റെ വാക്കുകൾ. യുദ്ധകാലത്ത് ഇറാനെ പൂർണ്ണമായി തച്ചു തകർത്തുവെന്നും അവരുടെ മിസൈൽ ആണവ കരുത്ത് നശിപ്പിച്ചു എന്നുമാണ് കഴിഞ്ഞ ദിവസവും നെതന്യാഹു അവകാശപ്പെട്ടത്. ഇസ്രായേൽ എന്ന രാജ്യത്തെ നാശത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനായിരുന്നു ഇറാനുമായി യുദ്ധം ചെയ്തത് എന്ന് നെതന്യാഹു പറയുമ്പോൾ യുദ്ധം അനിവാര്യമായിരുന്നുവെന്നും അത് തുടരേണ്ടത് അത്യാവശ്യമാണ് എന്നും വരികൾക്കിടയിൽ വായിച്ചെടുക്കാൻ സാധിക്കും. നെതന്യാഹു ഇപ്പോൾ കടുത്ത ആശയക്കുഴപ്പത്തിലാണ് എന്നാണ് ഇസ്രായേലി പ്രതിപക്ഷ നേതാവ് യായിർ ലാപിഡിന്റെ വിമർശനം. ഒന്നുകിൽ ഏറ്റവും വലിയ സഖ്യകക്ഷിയായ അമേരിക്കയുമായി നേരിട്ടുള്ള നാശോന്മുഖമായ ഏറ്റുമുട്ടലിന് തയ്യാറാകണം, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ താൽപ്പര്യങ്ങൾ പൂർണ്ണമായും പണയം വെച്ച് കീഴടങ്ങണം. ഇതിലേതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കേണ്ട അവസ്ഥയിലാണ് നെതന്യാഹു എന്നാണ് ലാപിഡ് പറഞ്ഞത്. അതായത് സമാധാന കരാറിന് ഇസ്രായേലിലെ പ്രതിപക്ഷവും എതിരാണ് എന്ന് മനസ്സിലാകും. ഒപ്പം ഭരണസഖ്യത്തിലെ തീവ്ര വലതുപക്ഷ മന്ത്രിമാരും സമാധാന കരാറിന് എതിരാണ്. ട്രംപിന്റെ കരാർ ഇസ്രായേലിനെ ബാധിക്കുന്നതോ ഇസ്രായേൽ അതിൽ കക്ഷികളോ അല്ല എന്നാണ് വലതുപക്ഷം പറയുന്നത്. മാത്രമല്ല, കരാർ ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നുമില്ല. ട്രംപ് നയതന്ത്ര പാതയിലൂടെ മുന്നോട്ടു പോകുമ്പോൾ സ്വന്തം നാട്ടിലെ പ്രതിപക്ഷത്തിൽ നിന്നും സഖ്യകക്ഷികളിൽ നിന്നും ഒരേ സമയം സമ്മർദ്ദം നേരിടുകയാണ് നെതന്യാഹു. അടുത്തു തന്നെ പൊതു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നതും അഴിമതി കേസിലെ വിചാരണ ആരംഭിക്കുന്നതും കൂടിയാകുമ്പോൾ നെതന്യാഹുവിന് രാഷ്ട്രീയപരമായി വലിയ പ്രതിസന്ധി കാലഘട്ടമാണ് വരാനിരിക്കുന്നത്. ഫെബ്രുവരി 28-നാണ് ഇറാനിൽ യുഎസും ഇസ്രായേലും സംയുക്തമായി ആക്രമണം ആരംഭിച്ചത്. ആദ്യത്തെ ദിവസം പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമനേയി അടക്കം ഉന്നത ഉദ്യോഗസ്ഥരെ വകവരുത്തിയതിന് പിന്നാലെ ഇറാനിലെ പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ നേർക്കും മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. യുദ്ധം ആരംഭിച്ച് 3 മാസത്തിലധികം പിന്നിട്ട ഈ ഘട്ടത്തിൽ സ്കൂൾ ആക്രമണത്തിൽ ഡൊണാൾഡ് ട്രംപിന്റെ ഒരു കുറ്റസമ്മതവും വരുന്നുണ്ട്. സ്കൂളിന് നേരെയുണ്ടായ മിസൈൽ ആക്രമണം തെറ്റായിപ്പോയി എന്നും പക്ഷേ അതാരും മനഃപൂർവ്വം ചെയ്തതല്ല എന്നുമാണ് ട്രംപിന്റെ കുറ്റസമ്മതം. യുദ്ധം എപ്പോഴും ക്രൂരമാണ് എന്ന് പറഞ്ഞ ട്രംപ് പക്ഷേ ആക്രമണത്തിൽ യുഎസിന് പങ്കുണ്ടോ എന്ന ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറി. ശത്രുക്കൾ വധിച്ച ആയിരക്കണക്കിന് സൈനികരുടെ കാര്യമാണോ എന്നായിരുന്നു ട്രംപിന്റെ മറുചോദ്യം. യുദ്ധത്തിന്റെ ആദ്യ ദിനമായ ഫെബ്രുവരി 28-ന് നടന്ന തെക്കൻ ഇറാനിലെ മിനാബിലുള്ള സ്കൂളിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 168-ലധികം കുട്ടികളും അധ്യാപകരും കൊല്ലപ്പെട്ടതായാണ് ഔദ്യോഗിക കണക്ക്. കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും 7-നും 12-നും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികളായിരുന്നു. ആക്രമണം നടന്ന സമയത്ത് യാതൊരു തെളിവുകളുമില്ലാതെ ഇതിന്റെ ഉത്തരവാദിത്വം ഇറാന്റെ മേൽ കെട്ടിവെക്കാനാണ് ട്രംപ് ആദ്യം ശ്രമിച്ചിരുന്നത്. ഇതാണ് ഇപ്പോൾ തിരുത്തി പറഞ്ഞ് ട്രംപ് കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത്. സമാധാന കരാർ യാഥാർത്ഥ്യമാകുമ്പോൾ ബാക്കിയാകുന്നത് ലെബനനെക്കുറിച്ചുള്ള ആശങ്കകളാണ്. ലെബനൻ ഉൾപ്പെടെ എല്ലാ മുന്നണികളിലും ഉടനടി വെടിനിർത്തൽ നടപ്പാക്കുമെന്നാണ് ട്രംപും ഇറാനും ഒപ്പുവെച്ച സമാധാന കരാറിൽ പറയുന്നത്. എന്നാൽ ലെബനൻ കരാറിന്റെ ഭാഗമല്ല എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെയും പറഞ്ഞിരുന്നത്. ഇപ്പോഴും നെതന്യാഹുവിന്റെ നിലപാടിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. മാത്രമല്ല, ഇറാനും അമേരിക്കയും തമ്മിലെ കരാറിൽ പങ്കില്ലാത്തതുകൊണ്ട് ആ പേരിൽ ഇസ്രായേലിന് ഇറാനെ ആക്രമിക്കുന്നത് തുടരാം. പക്ഷേ ലെബനനെ ആക്രമിക്കുന്നത് അമേരിക്കയല്ല, ഇസ്രായേലാണ്.
അപ്പോൾ കരാറിലെ വ്യവസ്ഥ ആരെ ഉദ്ദേശിച്ചാണ് എന്ന് വ്യക്തം. ലെബനന്റെ പേരിൽ നെതന്യാഹു പലതവണ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ രോഷത്തിന് പാത്രമായതാണ്. ഇരു നേതാക്കളും തമ്മിൽ അകൽച്ചിലാണ് എന്നും റിപ്പോർട്ടുകളുണ്ട്. കരാറിൽ ലെബനനെ ഉൾപ്പെടുത്തിയത് നെതന്യാഹുവിനോട് ചോദിച്ചിട്ടല്ല, ഇറാന്റെ ആവശ്യപ്രകാരമാണ് എന്ന് നെതന്യാഹുവിന് വാദിക്കാം. അങ്ങനെയെങ്കിൽ ലെബനന്റെ സുരക്ഷ വാഗ്ദാനം ചെയ്യുന്ന അമേരിക്കയാണ് ഇനി ഇസ്രയേലിന്റെ ആക്രമണങ്ങൾക്ക് ഉത്തരവാദിയാവുക. അതേസമയം 14 നിർദ്ദേശങ്ങളടങ്ങിയ സമാധാന കരാർ പ്രാബല്യത്തിലായതോടെ പശ്ചിമേഷ്യൻ മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകി 3 മാസത്തിലധികം നീണ്ട ഇറാൻ US യുദ്ധത്തിന് താൽക്കാലിക വിരാമമായിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും കരാറിൽ ഒപ്പിട്ടതോടെയാണ് 60 ദിവസത്തെ ഇടക്കാല സമാധാന കരാർ പ്രാബല്യത്തിൽ വന്നത്. ഫെബ്രുവരി 28 ആരംഭിച്ച് ഏപ്രിൽ 8 താൽക്കാലിക വെടിനിർത്തൽ നിലവിൽ വന്ന് പിന്നെയും വെടിനിർത്തൽ ലംഘിച്ചും പ്രഖ്യാപിച്ചും ഏറിയും കുറഞ്ഞും നീറിപ്പുകഞ്ഞു നിന്ന യുദ്ധത്തിനൊടുവിൽ ആര് എന്ത് നേടി എന്ന് ചോദിച്ചാൽ ഉത്തരം വ്യക്തമല്ല. എന്നാൽ ഒരു കാര്യം അപ്പോഴും വ്യക്തമാണ്: ഇറാനിൽ ഭരണമാറ്റം, ഇറാന്റെ എണ്ണ പ്രകൃതി സമ്പത്ത് കൈക്കലാക്കൽ, സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈവശപ്പെടുത്തൽ, ഇത്രയുമായിരുന്നു യുദ്ധം ആരംഭിക്കുമ്പോൾ ട്രംപ് മനസ്സിൽ കണ്ട ലക്ഷ്യങ്ങൾ. പക്ഷേ സംഭവിച്ചതോ? ഇറാന്റെ ഭരണ നേതൃത്വത്തെ മാറ്റുക എന്ന ലക്ഷ്യം അമേരിക്ക നേടിയില്ല എന്ന് മാത്രമല്ല, കൂടുതൽ കർക്കശക്കാരായവരെ നേതൃനിരയിലേക്ക് എത്തിക്കുകയും ചെയ്തു. എണ്ണ സമ്പത്തോ പ്രകൃതി സമ്പത്തോ തൊടാൻ പറ്റില്ല എന്ന് മനസ്സിലായി. മാത്രമല്ല, ഇറാന് സ്വന്തം എണ്ണ വിൽക്കാനുള്ള സഹായങ്ങളും അമേരിക്ക ചെയ്തു കൊടുക്കും. ഇറാനിൽ ജനകീയ പ്രക്ഷോഭമുണ്ടായപ്പോൾ ട്രംപ് ഇറാനിയൻ ജനതയ്ക്ക് വാക്ക് നൽകിയത് നിങ്ങൾ പോരാടിക്കൊള്ളൂ, സഹായം പിന്നാലെ ഉണ്ട് എന്നായിരുന്നു. പക്ഷേ ട്രംപിന്റെ വാക്കിന് എന്നും ഒരു വിലയേ ഉള്ളൂ. അത് കാലിച്ചാക്കിൻ്റേത് ആണെന്ന് ഇറാൻകാരും ഇതോടെ മനസ്സിലാക്കി. കരാർ വ്യവസ്ഥയിൽ ഒരിടത്തും ഇറാന്റെ ഭരണകൂടത്തെക്കുറിച്ച് പരാമർശമില്ല എന്ന് മാത്രമല്ല, ഇറാന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടില്ല എന്ന് എഴുതി ഒപ്പിട്ടുകൊടുക്കുന്ന അമേരിക്കയാണ് നമ്മൾ കണ്ടത്. യുദ്ധം തുടങ്ങിയപ്പോഴത്തെ ലക്ഷ്യങ്ങളല്ല കരാറിലുള്ളത്. യുദ്ധം തുടങ്ങിയ ശേഷം ഇറാൻ പ്രയോഗിച്ച ഹോർമൂസ് കടലിടുക്ക് തടസ്സപ്പെടുത്തൽ എന്ന ആയുധം ട്രംപിനെ പ്രതിസന്ധിയിലാക്കി എന്നതാണ് കരാറിന്റെ അന്തസത്ത.